friends, Assalamu alaikum. ഇന്ന് നമുക്ക് മടക്ക് ചപ്പാത്തിയും ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ചില്ലി ചിക്കനും ഉണ്ടാക്കി നോക്കാം. മടക്ക് ചപ്പാത്തിക്ക് ആവശ്യമായ സാധനങ്ങൾ. ആട്ട ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായ സാധനങ്ങൾ 1.5 കപ്പ് ആട്ട, അതിലേക്ക് ആവശ്യമായ ഉപ്പും പച്ചവെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. സോൾട്ട് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. നല്ല മയത്തിലായിരിക്കണം കുഴച്ചെടുക്കേണ്ടത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പാടപ്പാട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നന്നായി ആട്ട ഒന്ന് കുഴച്ചെടുക്കാം. നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഓരോ ഉരുളകളായി മാറ്റിയെടുക്കാം. ഇതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈക്വൽ ഓരോ ഉരുളകളായി നമ്മൾ ഓരോ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ അതിനാവശ്യമുള്ളതുപോലെ തന്നെ നമുക്ക് ഓരോ ഉരുളകളായിട്ട് മാറ്റിവെക്കാം. അങ്ങനെ നമ്മൾ ഓരോ ചപ്പാത്തിക്കുള്ള മാവ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മടക്ക് ചപ്പാത്തി എങ്ങനെ റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. സാധാ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് ആവശ്യമുള്ള ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി പരത്തിയെടുക്കുക. നമ്മൾ സാധാരണ പൊടി ഉപയോഗിച്ചാണല്ലോ പരത്തിയെടുക്കുക. ഇതിൽ ഓയിൽ മാത്രം, സൺഫ്ലവർ ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ട് നന്നായി എല്ലാം ഇതേപോലെ പരത്തിയെടുക്കാം. ഇതിനൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇനി ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഈസിയായി വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ വിത്ത് ബോണുള്ള ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. അതിനാവശ്യമുള്ള ചില്ലി പൗഡർ, ഞാൻ 1 ടീസ്പൂൺ ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായ കോൺഫ്ലവർ 1.5 ടീസ്പൂണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ലെമണിൻ്റെ പകുതിയും, ആവശ്യമുള്ള സോൾട്ടും ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ച് അത് ചൂടായതിനു ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ മിക്സായി വെച്ച ചിക്കൻ്റെ പീസുകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് അത് കോരി മാറ്റി വെക്കാം. അതേ ഓയിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നത്. അതേ ഓയിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നത്.
ഇനി നമുക്ക് എങ്ങനെ ഈസിയായി ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച അതേ പാനിൽ തന്നെ നമുക്ക് ഗാർലിക്, ജിഞ്ചർ, ചില്ലി ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗാർലിക് 2 അല്ലി, ജിഞ്ചർ ഒരു ചെറിയ കഷ്ണം, ചില്ലി ഒരു മീഡിയം സൈസ് ഒരു ചില്ലി. അതൊന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ക്യൂബായി കട്ട് ചെയ്തതും കൂടി ഇതിലിട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ ക്യാപ്സിക്കം ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഷുഗറും ഒരു 1/4 ടീസ്പൂൺ പെപ്പറും ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക. ജസ്റ്റ് ഒന്ന് സോട്ടായതിനു ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലെല്ലാം ഓരോ ടീസ്പൂൺ വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോയാ സോസ് 1 ടീസ്പൂൺ, ടൊമാറ്റോ കച്ചപ്പ് 1 ടീസ്പൂൺ, അതേപോലെ ചില്ലി സോസും 1/4 ടീസ്പൂൺ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ സോസുകളിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ആക്കുക. പിന്നെ കോൺഫ്ലവർ 1 സ്പൂൺ എടുത്ത് അത് കുറച്ച് വെള്ളത്തിൽ കലക്കി അതിൻ്റെ ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടി ഇതിലേക്കിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സ്പ്രിംഗ് ഓണിയൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച സ്പ്രിംഗ് ഓണിയൻ കൂടി ഇതിൻ്റെ മേലിലിട്ട് റെഡി. നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിക്കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ നിൽക്കാനും മറക്കരുത്. ബെല്ലൈക്കൺ നിൽക്കാൻ ഞാൻ അപ്പാടപ്പാട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മടക്കി ഓരോ ബോക്സ് ആക്കി മാറ്റി വെച്ച നമ്മൾ മടക്കി ചപ്പാത്തി നമുക്കിനി ചുട്ടെടുക്കാം. അതിന് ഒരു സ്ക്വയർ രൂപത്തിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അങ്ങനെ ഓരോ ചപ്പാത്തിൻ്റെ മാവും നമ്മൾ ഓരോ ഇതുപോലെ ബോക്സ് ആക്കി മാറ്റി വെച്ച ഓരോ മാവും എടുത്തിട്ട് ഇതുപോലെ സ്ക്വയർ ആക്കി പരത്തിയെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിനെ പരത്തിയെടുക്കുന്നത്. അങ്ങനെ ഓരോ സ്ക്വയറാക്കി മാറ്റി വെച്ച ഓരോ ചപ്പാത്തിയും ഇനി നമുക്കത് ചുട്ടെടുക്കാം. ഒരു പാൻ എടുത്ത് ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഓരോ ചപ്പാത്തിയും ചുട്ടെടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ചപ്പാത്തി ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗം കൂടി കുറച്ച് ഓയിൽ വെച്ച് നന്നായി ചുട്ടെടുക്കാം. നല്ല പൊങ്ങി വരുന്ന നല്ല ടേസ്റ്റുള്ള ചപ്പാത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഓരോ ചപ്പാത്തി ഇതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ചുട്ടെടുക്കാം.
ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഞെക്കാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കാവുന്ന ചില്ലി ചിക്കനും അതുപോലെ മടക്ക് ചപ്പാത്തിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.